الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ മാഇദ അതിന്റെ 51-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കുക. യഹൂദ ക്രൈസ്തവരുമായി ഏത് രൂപത്തിലാണ് നാം ഇടപഴകേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ ഐഹികമായ ദുനിയാവിൽ അവരുമായി എന്തെങ്കിലും തരത്തിലെ വ്യാപാര ബന്ധങ്ങളോ അതല്ലാത്ത മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഈ ദുന്യവിയായ ബന്ധങ്ങളോ നടത്തുന്നതിന് ഇസ്ലാമിതിരല്ല. അതേസമയം ആദർശ ബന്ധമുണ്ടാകാൻ പാടില്ല, അണഞ്ഞ ബന്ധമുണ്ടാകാൻ പാടില്ല, ബന്ധുമിത്രങ്ങളാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരെ എല്ലാ തരത്തിലും നമ്മളെ രഹസ്യങ്ങൾ പരസ്പരം കൈമാറുന്ന രൂപത്തിലുള്ള ആ ഒരു സുഹൃത്ത് ബന്ധം നാം സ്ഥാപിക്കാൻ പാടില്ല. കാരണം എന്താണ്? അവരുടെ ആ പഴച്ച ആശയങ്ങളും അതുപോലെ അതൊക്കെയും ആ വഴിവഴകളൊക്കെ നമ്മിലേക്ക് അത് പകരാനിടയാകും. അതുകൊണ്ട് ഒരിക്കലും അത്തരം കൂട്ടുകെട്ടുകളിൽ പാടില്ല. പലപ്പോഴും നാം പറയാറുണ്ട്, ഇന്നും വിശ്വാസി അവിശ്വാസി എന്നുള്ള വേർതിരിവില്ലാതെ ജനങ്ങൾ പറയുന്ന കാര്യം എന്താണ്? നല്ല കൂട്ടുകെട്ട് വേണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സൽസ്വഭാവിയായ നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും യഹൂദ ക്രൈസ്തവരെ മാറ്റി നിർത്തണമെന്നോ അവരടിച്ചോടിക്കണമെന്നോ അവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധങ്ങൾ പാടില്ല എന്നോ അല്ല. കൃത്യമായി നോക്കൂ, നിങ്ങൾ നല്ല കൂട്ടുകെട്ടുണ്ടാകണം എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. നോക്കാം നമുക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ യഹൂദ വന്നസാറ ഔലിയാ, നിങ്ങൾ യഹൂദ നസാറാക്കളെ നിങ്ങൾ ബന്ധുമിത്രങ്ങളാക്കരുത്, അണഞ്ഞ ബന്ധമുള്ളവരാക്കരുത്, അങ്ങേറ്റത്തെ ഉറ്റമിത്രങ്ങളാക്കരുത്, ക്ലോസ് ഫ്രണ്ടാക്കരുത് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവരുടെ വഴിവഴവുകൾ നിങ്ങളിലേക്ക് പകരാൻ അത് ഇടയാക്കും. അവരിൽ ചിലർക്ക് ആ ഔലിയാക്കളാണെന്ന് പറഞ്ഞാൽ അവരിൽ ചിലർക്ക് ബന്ധുമിത്രങ്ങളാകുന്നു, അവർ പരസ്പരം ബന്ധുമിത്രങ്ങളാകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് നേരെ അവർ ഒരുമിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടു വരുമെന്നാണ് ആ പറഞ്ഞതിനർത്ഥം. നിങ്ങളിൽ നിന്നാരെങ്കിലും അവരുമായി ബന്ധുമിത്രാദി ആ ബന്ധം സ്ഥാപിക്കുന്നുവോ, അങ്ങനെയുള്ള ആ അണഞ്ഞ ബന്ധം സ്ഥാപിക്കുന്നുവോ, അപ്പോൾ നിശ്ചയമായും അവരിൽ പെട്ടവനാകുന്നു എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ആ വഴിവഴകൾ ഇവരിലേക്ക്, മുഅ്മിനീങ്ങളിലേക്ക്, വിശ്വാസികളിലേക്ക് പകരാനിടയാകും. അങ്ങനെ അവരിലേക്ക് ചോർന്നു പോകും. അതുകൊണ്ട് സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ഒരു ജനതയെ ഒരിക്കലും നിർമാർഗത്തിലാക്കില്ല എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.